ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും മഴയുടെ സൗണ്ട് മേ ബി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ ടീച്ചറമ്മ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സസൈസ്, ഇപ്പോൾ യോഗയാണെങ്കിലും അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ട് ആണെങ്കിലും അല്ലെങ്കിൽ സൂംബയാണെങ്കിലും എന്താണെങ്കിലും രാവിലെ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ശീലമാക്കണം കേട്ടോ. അങ്ങനെ ജിമ്മിലൊക്കെ പോയി ഇതേ വിയർത്ത് കുളിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മെഡിറ്റേഷനും മോർണിംഗ് പ്രാക്ടീസുകളും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങളും മോർണിംഗ് റൊട്ടീൻ ഫോളോ ചെയ്യണേ. അമ്മലു, ഒരു സർപ്രൈസ് തരട്ടെ. നമ്മൾ ഷിറ്റ്സുവിനെ മേടിക്കാൻ പോണ. ഹാപ്പി ഇല്ലേ? ഹാപ്പി ആയോ ഇല്ലയോ? ഹാപ്പിനെസ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഏത് ടോയ് ഡോഗ? അവന്മാർക്ക് അത് മതി. നിങ്ങൾക്ക് അത് മതിയോ? ഷിറ്റ്സുവിന് മതി? പക്ഷെ അത് ഷിറ്റ്സുവും ഇതും കൂടെ ഉള്ള ക്രോസ് ആന്ന് പറഞ്ഞത്. എന്താണ് മറ്റേ ഒരു എന്താ പറഞ്ഞ ഇങ്ങനെ ഇട്ട് ഒരു കിന്നാര്. നമുക്കൊരു പെങ്കൊച്ചില്ലാത്തല്ലേ, അപ്പൊ അതിന് പകരം ലാബ് വേണ്ട. എനിക്ക് ലാബൊന്നും പറ്റത്തില്ല. വേണ്ട വേണ്ട. അതിനത് സ്നേഹിക്കാൻ തോന്നുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. പെറ്റാണോ? അങ്ങനെ നമ്മുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നത് നോക്കാനായിട്ട് രാവിലെ തന്നെ ടി വിയിൽ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മെല്ലെ മെല്ലെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി വരുന്നത് വളരെയധികം സന്തോഷം തോന്നി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും അതുപോലെ തന്നെ പയറുമായിരുന്നു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ 1 lakh സബ്സ്ക്രൈബർ ഹിറ്റ് ചെയ്ത സന്തോഷം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ. ഇതിന് മുന്നേ ഉള്ള വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ചേട്ടൻ ചെന്നപ്പോൾ ഞങ്ങളൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ, അത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി അകത്ത് കൊണ്ടുവച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തതായിരിക്കും കേട്ടോ. അത് ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയും ഫാമിലിയും എത്തി. ഇന്ന് പുറത്ത് എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ സാറ്റർഡേ സൺഡേ എറണാകുളത്തിന് പോകാനായിട്ട് ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചതാണ്. അതിതീവ്ര മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മറ്റെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഹായ് ഗായ്സ്, നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. എവിടെ പോവാണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. നമ്മൾ അങ്ങനെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ചിലർ പറയും കൊല്ലത്തോട്ട് പോകും, തിരുവനന്തപുരത്തോട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ തീരുമാനിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ചേച്ചിയും ഫാമിലിയും ഉണ്ട്, കണ്ണനും അമലും ബാക്കിലുണ്ട്. ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നതുകൊണ്ട് ചേട്ടൻ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് പോവാം. ചോദിച്ചു പോവാം. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടി എല്ലാവരും കൂടെ പോകുമ്പോൾ വൈബ് വേറൊരു ലെവലാണ്. തമാശയൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് എല്ലാവരോടുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് നല്ല പഴുത്ത മാങ്ങ വിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കാർ അവിടെ നിർത്തി മാങ്ങ വാങ്ങി. അങ്ങനെ മാങ്ങയും വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. മിൽമയുടെ ഐസ്ക്രീം ഷോപ്പായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ കാപ്പിൽ ബീച്ചിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. നമ്മൾ കാപ്പിൽ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇളം ചാറ്റൽ മഴയുണ്ട്. വൈബ് അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് സൈഡിൽ കടൽ, ഇടത് സൈഡിൽ കായൽ. ശരിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെയാണ്. ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കടലും ഇടത് സൈഡിൽ കായലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ഈ കാണുന്ന മോമോസ് വിൽക്കുന്ന കടയിലേക്ക് കയറി. ചേച്ചിയുടെ മോള് എന്തോ ലിപ് ഗ്ലോസോ എന്തൊക്കെയോ വാരി എൻ്റെ ചുണ്ടിൽ തേച്ച് തരികയാണ്. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മോമോസ് വിൽക്കുന്ന കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മോമോസ് കഴിക്കാം. അങ്ങനെ നമ്മൾ മോമോസും അതുപോലെ ഫ്രൈഡ് മോമോസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് നല്ല ചൂട് ചായ ആസ്വദിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ആഹാ അന്തസ്. മുമ്പിൽ കടൽ, ചൂട് മോമോസ്, ചൂട് ചായ, കൂടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ പരം സന്തോഷം എന്താണ് വേണ്ടത്? ദേ എത്തിയിട്ടുണ്ട് നല്ല മോമോസും അതിനോടൊപ്പം നല്ല റെഡ് കളറിലുള്ളൊരു ചട്നിയുണ്ട്, പിന്നെ മയണൈസും. ഇത്
അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഫ്രൈഡ് മോമോസാണ് ഒന്നും കൂടെ ഇഷ്ടം. പക്ഷേ ഫ്രൈഡ് മോമോസ് നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോഴേ നമുക്ക് പിന്നെ മടുക്കും. പക്ഷേ സ്റ്റീംഡ് മോമോസ് ആണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മോമോസൊക്കെ കഴിച്ചു, കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം തിരിച്ച് നമ്മൾ പൊന്നുക്കുട്ടിയിലേക്ക് കയറാൻ പോവാണ്. പൊന്നുക്കുട്ടി സുന്ദരി മണിയായിട്ടിരിക്കുന്നുണ്ട്. പൊന്നുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊന്നൂല് കയറി ഇനി മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി അടുത്ത എങ്ങോട്ടേക്കാണ് പോവുക, ഇങ്ങനെ പല ഡിസ്കഷൻസും വന്നുകൊണ്ടേയിരുന്നു. നമുക്ക് അവിടെ പോയാലോ ഇവിടെ പോയാലോ. അങ്ങനെ ഒടുവിൽ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ പ്ലാനിങ് ചെന്നൊന്ന് എവിടെയാണെന്നറിയാമോ, തിരുവനന്തപുരത്ത് കോവളം ബീച്ചിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് സന്ധ്യയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വെച്ച് പിടിച്ച് കോവളത്തേക്ക്. നമ്മുടെ ട്രിപ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, നിൽക്കുന്ന നിപ്പിൽ അങ്ങ് പ്ലാൻ ചെയ്യും പോവും, അല്ലാണ്ട് നേരത്തെ തീരുമാനിച്ച് ഒന്നും ആയിരിക്കില്ല യാത്ര. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിന്ന വേഷത്തിലാണ് പോകുന്നത്, ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ട്രിപ്പെന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മൾ കോവളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി തന്നെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് എടുക്കാനൊന്നുമില്ല, ജസ്റ്റ് നമ്മളവിടെ പോയിട്ട് പിന്നെ അന്നത്തെ ദിവസം അവിടെ ചില്ല് ചെയ്തിട്ട് അടുത്ത ദിവസം തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഭക്ഷണം കഴിക്കാനായിട്ട്. ജൂൺ മാസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2-ാം തീയതിയാണല്ലോ. അപ്പം 31-1 എനിക്ക് 2 ദിവസങ്ങൾ അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാര്യം ചേച്ചിയുടെ മോള്, അവൾക്ക് 2 ആഴ്ചയെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അവൾ 8-ാം തീയതി തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ 2 ദിവസങ്ങളെ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ സമയം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് 2 ദിവസം ഫുള്ള് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എന്നാലും 2 ദിവസവും മഴ വലുതായിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ ദിവസങ്ങളിലെ മഴയുടെ കോള് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലായിരുന്നു. എന്തായാലും മഴയൊക്കെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഓക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം രാത്രിയിൽ നമ്മളൊരു ഹോട്ടൽ റൂമിൽ തങ്ങിയിട്ട് നാളെ രാവിലെ അവിടുന്ന് ഇറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു ഹോട്ടലായിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഞാനിങ്ങനെ തൂങ്ങി ഉറങ്ങിയിരുന്നൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകത്തേക്കാണ് നമ്മുടെ ഹോട്ടൽ. ഈ കാണുന്നതാണ്. ചെറിയൊരു ഉദയ ഹോട്ടൽ. വലിയ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ രാത്രി ഒരു നേരം തങ്ങാനായിട്ട് വലിയ സൗകര്യമൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളതങ്ങ് എടുത്തതാണ്. ആ റൂമിൻ്റെ ബാൽക്കണിയിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു ബീച്ച് വ്യൂ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റൂം ടൂർ ചെയ്യാൻ മാത്രം വലിയ ഡെക്കറേഷൻസ് ഒന്നും ഉള്ളൊരു റൂമായിരുന്നില്ല, ഒരു സാധാരണ റൂമായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ഇറങ്ങാൻ പോകണമല്ലോ. അങ്ങനെ കുറച്ച് നേരം ബാൽക്കണിയിലിരുന്ന് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ റെഡിയായ ശേഷം ആ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ ഞങ്ങൾ നേരെ താഴത്തെ ബീച്ചിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ കണ്ടു കേട്ടോ. ഇത് ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണിത്. ഇതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ ഒരു ബീച്ചാണ് കേട്ടോ. ഇതവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏതോ ഒരു റിസോർട്ടിനകത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ നോക്കിയപ്പോൾ കണ്ട ആ ഒരു വൈബ് അമേസിങ്, ഒരു രക്ഷയില്ല കേട്ടോ. താഴെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ അതേ കാണുന്ന കാഴ്ച ഇതാണ്. ഇതൊരു ഹോട്ടലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടെ കണ്ട കോക്കനട്ടിൻ്റെ ഷെൽഫൊക്കെ തൂക്കിയിട്ട്, ഷെല്ലൊക്കെ തൂക്കിയിട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന ബീച്ചിൻ്റെ വ്യൂ, വാവ്, അമേസിങ്. ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക വൈബാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ്. പക്ഷേ ഈ സമയത്ത് ഒരു കണ്ടെയ്നറൊക്കെ അടിഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കോവളം ബീച്ചിലാണെങ്കിലും നമ്മൾ കടലിൻ്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെയൊക്കെ കയറ് കെട്ടി തിരിച്ചേക്കാണ്, നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കടലിൽ ഒരു മണലൊക്കെ ഒരു വേറൊരു കളറിൽ, അതുപോലെ അവിടെ എന്തൊക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ എന്തോ ഒരു മെറ്റീരിയൽ കണക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പോലീസ് ഉണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ദൂരെ മാറിയെന്ന് നമുക്ക് കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനേ പറ്റിയുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബീച്ചാണ്. ഇതിൻ്റെ ഇടതുഭാഗത്താണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ കുറേ നല്ല ഭംഗിയുള്ള കടകൾ കാണാം. ഇത് വിദേശീയർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. അതുപോലെ ഫോറിനേഴ്സിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാവുന്നതാണ്.
പലരും റൂം ചെക്ക് ഔട്ട് ചെയ്ത് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ദി റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു കട കണ്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി അവിടെ എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു കൗതുകത്തോടെ, ഒരു ചെറിയ കുഞ്ഞിൻ്റെ കൗതുകത്തോടെ നോക്കിയതേ, ഇതൊക്കെ മുത്തുകൊണ്ടുള്ള മാലകളാണ്. നല്ല രസമുണ്ടല്ലേ. ഫോറിനേഴ്സ് ഗോൾഡൊന്നും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ആണല്ലോ കൂടുതൽ ഇഷ്ടം. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. അതേ ഈ കടലിൻ്റെ തീരത്ത് നിങ്ങൾ കണ്ടോ ഒരു ബ്രൗൺ കളറിലെ ഒരു, അതായത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ കളറിലുള്ള സാൻഡായിരുന്നു. അപ്പോൾ സാൻഡിൻ്റെയും കളറൊക്കെ മാറിയിട്ടുണ്ട്. സീ കുറച്ച് റഫാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോഫി വിൽക്കുന്നൊരു കട എത്തിയപ്പോൾ ചേട്ടൻ എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കോഫി ആണോ വേണ്ടത്? അപ്പം അവൾ പറയുന്നുണ്ട്, എനിക്ക് ബൂസ്റ്റ് വേണം, ഒരാൾക്ക് കോഫി വേണം, ഒരാൾക്ക് ചായ വേണം. അങ്ങനെ ചേട്ടൻ എല്ലാവരോടും ഓരോരുത്തർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് കടയിൽ പോയി ഓർഡർ ചെയ്യുകയാണ്. പൊതുവേ അവിടെ ജനത്തിരക്ക് കുറവായിരുന്നു. കാര്യം ഈ കുറച്ച് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ ഈ കണ്ടെയ്നറിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം ഫോറിനേഴ്സിൻ്റെ വരവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ കണ്ടോ ബീച്ചിലൊരു സൈസ് വെള്ള പൊടി പോലെ കിടക്കുന്നത്, അത് ഈ കണ്ടെയ്നറിൽ നിന്ന് വന്ന എന്തോ കാര്യമാണത്. എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ സൈഡിലേക്കൊന്നും പോയില്ല. ഇവിടെയൊക്കെ കയറ് കെട്ടി തിരിച്ചേക്കുന്നത് കണ്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് നല്ലൊരു കോഫി എത്തിയിട്ടുണ്ട്. കോഫി കുടിക്കാം. കോഫി കുടിച്ചുകൊണ്ട് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് നടക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ ബീച്ചിൻ്റെ സൈഡിൽ ഉള്ള ഇത്തരം ഷോപ്പുകൾ. നമുക്ക് ആ ഷോപ്പിലെ ചെയറിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അമേസിങ് ആണ് കേട്ടോ. ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റും നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കോവളത്ത് നിന്ന് നേരെ ഞങ്ങൾ അൽസാജിലെത്തി. അൽസാജിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അൽസാജ് ഞങ്ങൾ സ്ഥിരം വരാറുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഇറച്ചിച്ചോറ് സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇറച്ചിച്ചോറ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണി. അങ്ങനെ മട്ടൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും മട്ടൻ ബിരിയാണി അല്ല, ചേച്ചിയുടെ മോള് അവളോട് ഇത് ചൂരക്കറിയാണ് കേട്ടോ ഇരുന്ന് തിളയ്ക്കുന്നത്. അപ്പോൾ അവൾ പിന്നെ ബിരിയാണി വേണ്ട, അവൾക്ക് വെയിറ്റർ വന്ന് ചോദിച്ചു എന്താ വേണ്ടത്, ചോറുണ്ടോ? ഉണ്ട്. മീൻ കറിയുണ്ടോ? എനിക്ക് കുറച്ച് ചോറും മീൻ കറിയും വേണം. ഞങ്ങളെല്ലാവരും അവളായിട്ട് ട്രോളുമായിരുന്നു. ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ആരെങ്കിലും കുറച്ച് ചോറും മീൻ ചാറും തരുമോ എന്ന് ചോദിക്കുന്നതായിട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിച്ചു. അവൾ ചോറും മീൻ കറിയും, നല്ല ചൂരക്കറിയായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. കാര്യം അവൾ മീൻ കഴിക്കാനായിട്ടാണ് നാട്ടിൽ വന്നത്. അപ്പോഴേക്കും മീൻ ട്രോളിങ് നിരോധനമൊക്കെ ആയിട്ട് നല്ല മീൻ കിട്ടാനേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണമ്മോൻ ഓർഡർ ചെയ്തത് കിറ്റ്കാറ്റ് ഷേക്ക് ആയിരുന്നു. അത് വലിയ രസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫലൂദയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എത്ര ട്രാവൽ ചെയ്താലും ഞങ്ങൾക്ക് മടുക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഇനി അടുത്ത എങ്ങോട്ടേക്കാണ് പോവുക. അങ്ങനെ വിചാരിച്ചു എന്തായാലും വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് വൈകുന്നേരത്ത് എവിടെയെങ്കിലും പോകാതെ. ശരിക്കും ഈ മഴയത്ത് ഇങ്ങനെ ഞങ്ങൾ യാത്ര പോകുമ്പോഴത്തേക്ക് അമ്മ പറയും, നിങ്ങൾക്ക് എത്ര കടൽ കണ്ടാലും മതിയാവുന്നില്ല, നിങ്ങൾ എവിടെ ഈ പോകുന്ന കടലിൽ ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഈ കടലിൽ പോകുന്നതൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നാലും ഞങ്ങളുടെ പോക്കിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ഞങ്ങൾ അൽസാജിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് വൈകുന്നേരം അടുത്ത ട്രിപ്പ് പോവാം. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഡ്രീംസ് മാളിലെത്തി. കൊട്ടിയത്ത് ഡ്രീംസ് മാളിൽ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നോർത്ത് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രീംസ് മാളിനകത്തേക്ക് കയറി. ആദ്യം ലുലു ഡെയിലിയിൽ പോയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഈ ട്രെയിന്. മുമ്പ് ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇവിടെ ഇത് കൊണ്ടുവന്നത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അധികം സ്ഥലമില്ല ടോയ് ട്രെയിൻ ഓടാനായിട്ട്. ഉള്ള സ്ഥലത്ത് അവർ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഡ്രീംസ് മാളിൽ ലുലുവിലും പോയിട്ട് നമുക്ക് കുറച്ച് പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഇന്നത്തെ ഈ വ്ളോഗിൽ ഇത്രയും വിശേഷങ്ങളാണ് കേട്ടോ ഉള്ളത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിലൂടെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ടാറ്റ, ബൈ ബൈ, ലവ് യു.